ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാ. അത് ഏതു മനുഷ്യനെയും ശക്തീകരിക്കുന്നതാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം ഒരുവനെ ബലപ്പെടുത്തുന്നതാ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ഹല്ലേലൂയ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ വേദവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന്റെ കാരാഗൃഹ ലേഖനങ്ങളിൽ വേദപണ്ഡിതന്മാർ ഇന്നും ഏറ്റവും അഗാധമായതെന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു ലേഖനമാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം. ഹല്ലേലൂയ, സ്തോത്രം. ഈ കൊളോസ്യ ലേഖനത്തിൽ പൗലോസ് മുഖ്യമായും പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ആ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ആ ശ്രേഷ്ഠതയെ കുറിച്ചാണ് ഈ കൊളോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഒരു വിശ്വാസിയെ ക്രിസ്തുവിൽ പരിപൂർണനാക്കി തീർക്കുവാൻ ഈ കൊളോസ്യ ലേഖനത്തിലൂടെ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള പൂർണതയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുവാൻ ഈ ലേഖനത്തിന് തീർച്ചയായിട്ടും കഴിയും. ഹല്ലേലൂയ. നാം വായിച്ച വേദവചനം ഹല്ലേലൂയ പൗലോസിന്റെ ലേഖനത്തിൽ ഞാൻ മുന്നമേ പറഞ്ഞു ഏറ്റവും അഗാധമായതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലേഖനമാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം. ഈ ഞാൻ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. കൊളോസ്യർ 3-4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതുവരെ പഠിപ്പിച്ചിരുന്ന ഹല്ലേലൂയ ഉപദേശങ്ങളുടെ പ്രായോഗിക തലത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യം അപ്പോസ്തലനായ പൗലോസ് തന്റെ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ തന്റെ ജനങ്ങളെ, അല്ലെങ്കിൽ തന്റെ സഭയിലുള്ളവരെ ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പ്രബോധിപ്പിച്ചും ക്രിസ്തുവിനെ പ്രസംഗിച്ചും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു ജീവിതം എങ്ങനെ നയിക്കാമെന്നതിനെ കുറിച്ചും അനേക ഉപദേശങ്ങൾ തന്റെ ജനങ്ങൾക്ക് നൽകിയെങ്കിൽ 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഉപദേശങ്ങളും ആ പ്രബോധനങ്ങളും ഹല്ലേലൂയ അത് എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം, ആ പ്രായോഗിക തലത്തിലേക്ക് നീങ്ങുകയാണ് ഈ 2 അധ്യായങ്ങളിലൂടെ. ഹല്ലേലൂയ, സ്തോത്രം. എത്രത്തോളം നാം ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നവരാണെന്ന് പറഞ്ഞാലും ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുന്നവരാണെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പ്രദർശിപ്പിക്കാൻ നാം പലപ്പോഴും പരാജയപ്പെടുന്ന ഒരവസ്ഥ നാം കാണാറുണ്ട്. ഹല്ലേലൂയ. എത്രത്തോളം നാം ഉപദേശം കേൾക്കുകയും സത്യത്തെ പ്രസ്താവിക്കുകയും ചെയ്യുമ്പോഴും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ, അവിടെ ഒരു വ്യക്തി പരാജയപ്പെടുന്നു എങ്കിൽ ഹല്ലേലൂയ നാം കേട്ട ഉപദേശങ്ങളും നാം കേട്ട അടിസ്ഥാനങ്ങളും ഹല്ലേലൂയ എല്ലാം വ്യർത്ഥമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. പലരും നാം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്രകാരം ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തെ സ്നേഹിക്കുന്നു, ക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു, ക്രിസ്തുവിന്റെ കൽപ്പനകളെ പ്രഘോഷിക്കുന്നു എന്നെല്ലാം വായി വഴി നാം പറയുകയാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ, ആ പ്രായോഗിക തലത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, എന്തിനധികം നമ്മുടെ ആ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ആ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ
സാധിക്കാത്ത ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ദൈവത്തെയും കൽപ്പനകളെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും അവരുടെ പ്രവൃത്തി പദത്തിലേക്ക് വരുമ്പോൾ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ചർച്ചിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആരാധനാ സ്ഥലത്ത് എത്തുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസി. ബാക്കി എല്ലാ സമയങ്ങളിലും ഹല്ലേലൂയ ഒരു വ്യക്തി ആരാധിക്കുന്നത് 3 മണിക്കൂർ, അതാ നാം ആരാധിക്കുന്ന ആ ദിവസം ഞായറാഴ്ചകളിലാണ് നാം സാധാരണയായി ആരാധനാലയങ്ങളിൽ പോയി ആരാധിക്കുന്നത്. ആ 3 മണിക്കൂർ ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയവും ആ വ്യക്തി ആ ജഡ മനുഷ്യനെ അനുസരിച്ച് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ആരാധിക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ ചർച്ചിലെത്തുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നാം എല്ലാവരും പറയുന്നുണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവിനെ നാം രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിനെ നാം രക്ഷകനായി സ്വീകരിച്ചു, നാം ഇപ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്നു എന്നെല്ലാം ഹല്ലേലൂയ നാം വീര്യത്തോടു കൂടെ പറഞ്ഞാലും പ്രവർത്തികളാൽ നാം അവനെ നിഷേധിക്കുന്നു എന്ന് വചനം പറയുന്നു. അവർ അറക്കാത്തവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു എന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ 100-80% വ്യക്തികളും ഇതുപോലെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ ആലയത്തിൽ കടന്നു ചെല്ലുന്നു, ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു, ഞാൻ ഇപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്ന് നാം മറ്റുള്ളവരുടെ മുന്നിൽ പ്രഘോഷിക്കുന്നുണ്ട് എങ്കിലും ഹല്ലേലൂയ യഥാർത്ഥത്തിൽ നമ്മുടെ ആഴങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ അവൻ ആ കൽപ്പനകളും ഉപദേശങ്ങളുമെല്ലാം ഹല്ലേലൂയ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. പണ്ട് കാലങ്ങളിൽ ഹല്ലേലൂയ സദാചാരങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ പെരുമാറ്റത്തെ കുറിച്ചും ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ചും പലരും അന്വേഷിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ അതിനെ പറ്റിയൊന്നും വലിയ അന്വേഷണങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പെരുമാറ്റവും വിശ്വാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളവർ ജീവിച്ചിരുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ വലിയൊരു ചിന്തയാണ് നമുക്ക് ഹല്ലേലൂയ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, വിശ്വാസവും പെരുമാറ്റവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആത്മസത്യം പൗലോസ് അപ്പോസ്തലനിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും പെരുമാറ്റം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഒരു വിശ്വാസി പെരുമാറുന്നത് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലൂടെ ഒരു വിശ്വാസിയെ നമുക്ക് തീർച്ചയായിട്ടും മറ്റു വ്യക്തികളിൽ നിന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. കർത്താവ് പറയുന്നു, എന്റെ അനുകാരികളാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നാം എല്ലാവരും ക്രിസ്തീയരാണെന്ന് വളരെ പ്രൗഢിയോടെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നാം പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കഷ്ടതകൾ നിറഞ്ഞതാണ്, പ്രതിസന്ധികൾ നിറഞ്ഞതാണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനെയാണ്. കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രൂശുമെടുത്ത് എന്റെ പിന്നാലെ വരിക എന്ന്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടങ്ങൾ നിറഞ്ഞതാണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്, പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ക്രിസ്ത്യാനി എന്ന വായ് വഴി പറയുകയാണെങ്കിലും ഈ തലത്തിലൂടെ എല്ലാം കടന്നു ചെല്ലുവാൻ അല്ലെങ്കിൽ ഇതെല്ലാം പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ വിഷമമുള്ള ഒരു കാര്യമാണ്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള ഒരു താതാത്മ്യപ്പെടലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള ഒരു ഏകീഭവിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുവെങ്കിൽ അവന്റെ മാതൃകയെ നാം പിന്തുടരണം, ക്രിസ്തുവിനോട് കൂടെ വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ വേദവചനങ്ങളിൽ പറയുന്നത് വിശ്വാസിക്ക് ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വചനം പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ
അവൻ പുതു സൃഷ്ടിയായി തീരുമെന്ന്. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവാണെന്ന് ഏറ്റു പറഞ്ഞാൽ, ഹല്ലേലൂയ, ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വസിച്ചാൽ നാം തീർച്ചയായും ഒരു പുതു സൃഷ്ടിയായി മാറുവാനിടയായി തീരും. ഈ വേദഭാഗങ്ങളിൽ നാം ഇപ്പോൾ വായിച്ച ഈ വേദഭാഗങ്ങളിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ ഇത് മുഖ്യമായും പറയുന്നത് നാം എങ്ങനെയുള്ളവരായിരിക്കണം, നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതായിരിക്കണം, നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം, ഇപ്പോൾ നാം എങ്ങനെയുള്ളവരാണ്. ഇതെല്ലാമാണ് ഈ ഹല്ലേലൂയ ഈ 4 വേദവചനങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഹല്ലേലൂയ. നാം എങ്ങനെയുള്ളവരായിരുന്നു? ഒരു കാലത്ത് പാപത്തിന്റെ മക്കളായിരുന്നു നാം എല്ലാവരും. ഹല്ലേലൂയ. മ്ലേച്ഛത നിറഞ്ഞ, ആ കാപട്യം നിറഞ്ഞ, പ്രകൃതി ദൈവങ്ങളെ ആരാധിച്ചു പോന്ന, ഹല്ലേലൂയ, വിഗ്രഹങ്ങളെ ആരാധിച്ചു പോന്ന പാപിയായ ഒരു മനുഷ്യവർഗമായിരുന്നു നാം ഓരോരുത്തരും. അപ്രകാരം ഒരു ഹല്ലേലൂയ ഒരു മുൻകാലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. എന്നാൽ പാപികളായ നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണം ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. അവന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ വിശ്വാസത്താലുള്ള നീതീകരണവും ലഭിച്ചു. ഇപ്പോൾ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൃപയിൽ വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോ ക്രിസ്തുവിനോട് കൂടെ നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ ഒരിക്കൽ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കണം. ഹല്ലേലൂയ. മരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഉയർത്തെഴുന്നേൽപ്പുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. വചനം പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ഹല്ലേലൂയ. അപ്പോ തീർച്ചയായും ഒരു സമയത്ത് നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ വചനത്തിന് ഇവിടെ പ്രസക്തിയുള്ളൂ. ക്രിസ്തു നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പകരമായി മരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് നാം അവനോടൊത്ത് മരിക്കുകയും ചെയ്തു. അതാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വചനം നമ്മളോട് സംസാരിക്കുന്നു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഹല്ലേലൂയ. അതെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരിക്കൽ ക്രിസ്തുവിനോട് കൂടെ ഏകീഭവിച്ച നാം, ഹല്ലേലൂയ, ആ സ്നാനം എന്ന ഹല്ലേലൂയ അത് ഏറ്റെടുത്ത നാം എല്ലാവരും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ തീർച്ചയായും ക്രിസ്തുവിനോട് കൂടെ നാം മരിച്ചു എന്ന് ഈ വേദവചനം ശക്തമായി നമ്മളോട് ഇടപെടുന്നു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുമെന്ന് വചനം പറയുന്നു. അപ്പോൾ ഒരിക്കൽ സ്നാനത്തോടു കൂടെ ആ ക്രിസ്തുവിനോട് കൂടെ നാം മരിക്കുവാൻ ഇടയായി തീർന്നു. അതെ, ആ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായി തീർന്നു എന്ന് വചനം പറയുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതെ, ആ വിശ്വാസ സ്നാനത്താൽ ആ ക്രിസ്തുവുമായുള്ള ഏകീഭവനത്തിലൂടെ നമ്മുടെ പാപയായിരുന്ന അല്ലെങ്കിൽ ആ പാപം ചെയ്തു പോന്നിരുന്ന ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്ന് വചനം പറയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു. അതെ, ആ വിശ്വാസ സ്നാനമേറ്റ ഹല്ലേലൂയ ആ ക്രിസ്തുവിനോട് കൂടെ ഏകീഭവിച്ചവരായ നാം ഹല്ലേലൂയ ഇപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാ. അതെ, ആ ക്രിസ്തുവിൽ നാം ഇപ്പോൾ ഒരു പുതു സൃഷ്ടിയായി തീർന്നിരിക്കുക. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത്
പാപസംബന്ധമായിട്ട് ഒരിക്കൽ മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നോ ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് വചനം പറയുന്നു. അതുപോലെ നാമും കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ആ വിശ്വാസ സ്നാനത്താൽ മരിക്കുകയും ഇപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരും ആകുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തിന്റെ ശിക്ഷ വഹിച്ച് അതിനുവേണ്ടി മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്, പകരമോ ആ പാപത്തിന്റെ എല്ലാ അന്ധകാര ശക്തിയെയും ഹല്ലേലൂയ തകർക്കുവാൻ കൂടി വേണ്ടിയിട്ട്, അതെ, നമ്മെ മുറുകെ പിടിച്ചിരിക്കുന്ന ഹല്ലേലൂയ നമ്മെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ആ പാപം എന്ന സ്വഭാവം, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹല്ലേലൂയ ആ പാപത്തിൽ നിന്ന് വിട്ടുവരാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും രഹസ്യമായി പാപം ചെയ്തു പോരുന്നുവെങ്കിൽ, അത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് രാത്രികാലം നിങ്ങൾ തന്നെ ഹല്ലേലൂയ ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് അതിൽ നിന്ന് ഒരു പൂർണ്ണ വിടുതൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് നൽകാൻ പോവുകയാ. ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ഹല്ലേലൂയ ആ മുറുകെ പറ്റുന്ന പാപവും മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവെ, എനിക്ക് ഇതാരോട് പറയാൻ കഴിയുന്നില്ലല്ലോ കർത്താവെ, ഈ പാപത്തിൽ നിന്ന് വിട്ടുവരുവാൻ ഹല്ലേലൂയ അതിൽ നിന്ന് ഒരു പൂർണ്ണ മോചനം ലഭിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഹല്ലേലൂയ ഉള്ളിൽ വേദനിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കിയാട്ടെ. എന്റെ മാനുഷിക ശക്തി കൊണ്ട് അല്ലെങ്കിൽ എന്റെ മാനുഷിക പ്രയത്നം കൊണ്ട് കർത്താവെ, എനിക്ക് ഈ പാപത്തിൽ നിന്ന് ഹല്ലേലൂയ കയറി വരുവാൻ കഴിയുന്നില്ല, ഇതിൽ നിന്ന് എന്നെ ഒന്ന് വിട്ടുവയ്ക്കണമേ, ഇതിൽ നിന്നൊരു മോചനം എനിക്ക് നൽകണമേ എന്ന് ഹല്ലേലൂയ പിതാവിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കിയാട്ടെ. ആ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ അന്ധകാര ശക്തി ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നിങ്ങളെ വിട്ടുമാറാൻ പോകുക. എല്ലാ പാപത്തിൽ നിന്ന് കഴിഞ്ഞ് ഒരു പുതിയ ജീവിതം ഹല്ലേലൂയ ആ ഒരു പുത്തൻ അഭിഷേകം ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ പകരപ്പെടാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേൽ ഹല്ലേലൂയ ആ ഉയരത്തിൽ നിന്നുള്ള അത്യന്ത ശക്തി ഹല്ലേലൂയ വ്യാപരിക്കാൻ പോവുക. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നാം ക്രിസ്തുവിൽ ആയിരിക്കുന്നതിനാൽ നാമും ക്രിസ്തുവിനോടൊത്ത് മരിച്ചു. ഇതിന്റെ അർത്ഥം നമ്മെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന ആ പഴയ പാപ സ്വഭാവത്തിന്മേൽ നമുക്ക് ജയം നേടാം എന്നുള്ളത് തന്നെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഒരിക്കൽ പാപ സംബന്ധമായി നാം ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ നാം പുതിയ സൃഷ്ടിയാ, ക്രിസ്തുവിൽ പുതു സൃഷ്ടിയാ. ഹല്ലേലൂയ. ഇപ്പോൾ നാം ജീവിക്കുന്നത് ക്രിസ്തുവിലാ. ഹല്ലേലൂയ. അതിനാൽ ഇനി ആ പാപത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് വചനം പറയുന്നു. ഒരു പാപ സ്വഭാവത്തിനും നിന്റെ മേൽ വാഴുവാൻ ഇനി അധികാരമില്ല. കാരണം സ്നാനത്തോടു കൂടെ നമ്മുടെ പഴയ മനുഷ്യൻ, ആ പാപം ചെയ്തു പോന്ന ആ പഴയ മനുഷ്യൻ വിശ്വാസ സ്നാനത്താൽ ഹല്ലേലൂയ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ ഹല്ലേലൂയ ഒരു പാമ്പ് തൊലി ഉരിഞ്ഞു കളഞ്ഞതുപോലെ നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് നാം ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യനായി, പുതു സൃഷ്ടിയായി, ഒരു പുതു ജീവനായി രൂപാന്തരത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ന്റെ 12 പറയുന്നുണ്ട്: സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ വചനം നമ്മളോട് ശക്തമായി ഇടപെടുന്നു. ഒരിക്കൽ നാം അവനോട് കൂടെ വിശ്വാസ സ്നാനത്താൽ അടക്കപ്പെടുകയും
അവനെ, അതായത് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ദൈവത്തിന്റെ ആ ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വചനം നമ്മളോട് പറയുക. അപ്പോ ക്രിസ്തുവിനോട് കൂടെ ഒരിക്കൽ മരിച്ചവരായിരുന്ന നാം ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ഹല്ലേലൂയ നാമും ഉയർത്തെഴുന്നേറ്റിരിക്കുക. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു തന്റെ ജീവൻ നമുക്ക് നൽകിയപ്പോൾ തന്നെ നമ്മെ മരണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ആ സ്വർഗീയ സിംഹാസനത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്തു. വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. പിതാവ് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു എന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം നാം എന്ന് വചനം നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നാം ഇരുട്ടിന്റെ അല്ലെങ്കിൽ ആ പാപത്തിന്റെ എല്ലാ അധികാരത്തിൽ നിന്നോ ആ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നോ പിതാവ് നമ്മെ ഹല്ലേലൂയ വിടുവിക്കുക മാത്രമല്ല നമ്മെ ഓരോരുത്തരെയും ആ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നുണ്ട് എങ്കിൽ അതേ ആ തുല്യമായ സ്ഥാനത്ത് അല്ലെങ്കിൽ അതിനടുത്ത സ്ഥാനത്ത് ആ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഹല്ലേലൂയ നമ്മെയും പിതാവ് ഒരുക്കിയിരിക്കുക, നമ്മെയും പിതാവ് ക്ഷണിച്ചിരിക്കുക, ആ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണെന്ന് വചനം നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമ്മെ ക്രിസ്തുവിൽ തന്നോടൊത്ത് ഇരുത്തുകയും ചെയ്തിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇപ്പൊ നാം എല്ലാം എവിടെ ഇരിക്കുന്നവരാ? ഹല്ലേലൂയ, ആ സ്വർഗീയ സിംഹാസനത്തിന്റെ അവകാശികളാ, ആ സ്വർഗീയ മഹത്വത്തിന്റെ അവകാശികളാ, ആ നിത്യജീവന്റെ അവകാശികളാ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ഹല്ലേലൂയ. ഈ എങ്കിൽ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ട് ഇല്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിനോടൊത്തുള്ള ഹല്ലേലൂയ നമ്മുടെ ഉയർത്തപ്പെട്ട പദവി ഒരു സാങ്കല്പികമല്ല. ഹല്ലേലൂയ. അത് ഇനി നാം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒരു പദവിയുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എങ്കിൽ എന്ന വചനം കൊണ്ട് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നാം നേടിയെടുത്തതാ, അതൊരു പൂർത്തീകരിക്കപ്പെട്ട യാഥാർത്ഥ്യം തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നാം അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അധ്വാനിക്കേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. അതൊരു യഥാർത്ഥ്യമായ സത്യം തന്നെയാണ്. ഹല്ലേലൂയ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നാമും തീർച്ചയായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തന്നെയാണ് ആ പദത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്ന് വചനം പറയുക. അപ്പൊ ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ആ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുക. എന്നാൽ നമ്മുടെ അന്വേഷണം എന്തൊക്കെയാ? ഈ ഭൂമിയിലായിരിക്കെ ഹല്ലേലൂയ ഓരോ മനുഷ്യ ജീവിതത്തിന്റെയും അന്വേഷണം എന്തിനെ കുറിച്ചാ? ഹല്ലേലൂയ നാം എപ്പോഴും അന്വേഷിക്കുന്നത് എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം, എങ്ങനെ നല്ല ഒരു വീട് വാങ്ങാം, എങ്ങനെ സ്ഥലം വാങ്ങാം, എങ്ങനെ ഈ ഭൂമിയിൽ പ്രൗഢിയോടെ ജീവിക്കാം, എങ്ങനെ നല്ലൊരു ജോലി സമ്പാദിക്കാം, എങ്ങനെ സുഖ സൗകര്യങ്ങളോടുകൂടിയ ഒരു ജീവിതം നയിക്കാം. ഇങ്ങനെ ഭൗതിക തലങ്ങളെ ആസ്പദമാക്കിയാണ് ഓരോ മനുഷ്യനും ഹല്ലേലൂയ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ മാതാപിതാക്കൾക്ക് വളരെ ഭയമാണ്, ഭീതിയാണ്. ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തും, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെ നല്ല വിദ്യാഭ്യാസം നൽകും, ആ കുഞ്ഞിനെ എങ്ങനെ നല്ലൊരു ജോലി നേടിക്കൊടുക്കും എന്നെല്ലാം അതിനെക്കുറിച്ചെല്ലാമുള്ള ആകുല ചിന്തകളാണ്. ഹല്ലേലൂയ. ജനിച്ചു കഴിഞ്ഞ് ഒരു പക്ഷേ
ഒരാഴ്ച പോലും ആയി കാണില്ല. എന്നാലും അവരുടെ മനസ്സിൽ ഭീതിയാണ്, ആകുലതയാണ്. ആ കുഞ്ഞിന് വേണ്ടി, ആ കുഞ്ഞിന്റെ ഭൗതിക തലങ്ങളെ കുറിച്ച് എങ്ങനെ വളർത്തും, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ നല്ലൊരു ജോലി നേടിക്കൊടുക്കും, എങ്ങനെ നല്ലൊരു ജീവിതത്തിൽ ഹല്ലേലൂയ അവന് എങ്ങനെ നല്ലൊരു ജീവിത പങ്കാളി ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ള ഹല്ലേലൂയ ചിന്തകളാണ് ഇന്ന് ഓരോ മനുഷ്യന്റെയും മനസ്സിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ആ കുഞ്ഞിനെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, ക്രിസ്തുവിന് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി, ഹല്ലേലൂയ നല്ല വിശ്വാസ ജീവിതം നയിക്കുന്ന നല്ല ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമയാകുന്ന ഹല്ലേലൂയ തരത്തിൽ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്താമെന്ന് ഒരു അമ്മയപ്പൻ പോലും ഇന്നത്തെ കാലത്ത് ചിന്തിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഒരു സത്യം നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിനെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാസകാലമാണ് ഈ ഭൂമിയിലെ ജീവിതം. നമുക്ക് ഹല്ലേലൂയ നമ്മുടെ നാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നിത്യ സ്ഥലം എന്ന് പറയുന്നത്, നിത്യനാട് എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് സ്വർഗീയ വാസമാണ്. ഹല്ലേലൂയ സ്തോത്രം. നാം ഈ ഭൂമിയിൽ എത്രത്തോളം സമ്പാദിച്ചാലും, അല്ലെങ്കിൽ എത്രത്തോളം സൗധങ്ങൾ പടുത്തുയർത്തിയാലും, എത്ര പേരും പ്രശസ്തിയും പ്രൗഢിയും നേടിയെടുത്താലും, നാം ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ വെറും കയ്യോടുകൂടിയാണ് പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ ഹല്ലേലൂയ അതേ ഇപ്രകാരം പറയാൻ കാരണമായി തീർന്നു. അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ആ ശവമഞ്ചത്തിന് വെളിയിലേക്ക് അദ്ദേഹത്തിന്റെ 2 കൈകളും ഹല്ലേലൂയ മലർത്തിയിടണമെന്ന്, എന്നെ കാണുന്ന ജനമൊക്കെയും എന്റെ ആ കൈകൾ നന്നായി കാണുന്ന തരത്തിൽ എന്നെ കൊണ്ടുപോകണമെന്ന് ആ ചക്രവർത്തി പറയുവാനിടയായി തീർന്നു. അതിന്റെ അർത്ഥം എന്താ? ഒത്തിരി ഹല്ലേലൂയ സുഖ സൗകര്യങ്ങളോടുകൂടെ പ്രൗഢിയോടുകൂടെ ഹല്ലേലൂയ ഒത്തിരി സ്വത്തുക്കളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ അതുപോലെ അധികാരത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒന്നുമില്ല. അദ്ദേഹം ഹല്ലേലൂയ മരിച്ചപ്പോൾ ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് വെറും കയ്യോടെയാണെന്ന് തന്റെ ജനത്തെ ബോധ്യപ്പെടുത്തുവാനാണ് ഹല്ലേലൂയ ആ ചക്രവർത്തി പ്രകാരം പറഞ്ഞത്. അതെ, നാം എത്ര തന്നെ സമ്പാദിച്ചാലും പേരും പ്രശസ്തിയും ഈ ലോകത്ത് നേടിയെടുത്താലും നാം മരിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ ഇതൊന്നും കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. നാം മാക്സിമം പോയാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് 50-60 വയസ്സ് വരെ മാത്രമാണ്. എന്നാൽ ഹല്ലേലൂയ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നമുക്കൊരു നിത്യവാസമുണ്ട്. ഇവിടെയല്ല, അങ്ങ് സ്വർഗത്തിൽ. ഹല്ലേലൂയ നമ്മുടെ നിത്യനാട് എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല. ഈ ഭൂമിയിലെ ജീവിതം ഒരു പ്രവാസ കാലം പോലെയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് നിത്യമായ ഒരിടമുണ്ട്, നമുക്ക് നിത്യമായ ഒരു വാസമുണ്ട്. അതിവിടെയല്ല, സ്വർഗത്തില. അനശ്വരമായ സൗഭാഗ്യം ഹല്ലേലൂയ അതിനു വേണ്ടിയാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. നിത്യസമാധാനത്തിന്റെ കാലം, കർത്താവിനെ പാടിയും സ്തുതിച്ചും കർത്താവിനെ സേവിച്ചും ആരാധിച്ചും ഹല്ലേലൂയ അവനോട് കൂടെ വസിച്ചും സന്തോഷമായി സമാധാനമായി വസിക്കുന്ന ഒരു കാലം. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-20 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഹല്ലേലൂയ. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിൽ എത്രത്തോളം നിക്ഷേപം ഉണ്ടാക്കിയാലും, അല്ലെങ്കിൽ എത്രത്തോളം സമ്പാദിച്ചു വെച്ചാലും ഹല്ലേലൂയ അത് ഒരു കാലത്ത് നശിച്ചു പോകുന്നതാ. അതിനൊന്നും ഹല്ലേലൂയ അനശ്വരമായ ഹല്ലേലൂയ ആ ഒരു അവസ്ഥയില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ പുഴുവും തുരുമ്പും കെടുക്കുന്ന വസ്തുക്കളാണ്. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ കള്ളൻ തുരന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന വസ്തുക്കളാണ്. അങ്ങനെയുള്ള ഇടത്ത്, അങ്ങനെയുള്ള ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കല്ലേ എന്ന് ഹല്ലേലൂയ വേദവചനം നമ്മോട് പറയുക. അതെ, ആ പുഴുവും തുരുമ്പും കെടുക്കാതെയും ഒരു കള്ളനും തുരന്ന് മോഷ്ടിക്കാൻ കഴിയാതെയും ഇരിക്കുന്ന ആ നിത്യതയിൽ ഹല്ലേലൂയ ആ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കുവാൻ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. അപ്പൊ ഒരു മനുഷ്യൻ അന്വേഷിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. ഭൗതികമായ തലങ്ങൾ, ഈ ലോകത്തെ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് മാത്രമാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്.
എന്നാൽ ക്രിസ്തീയരായ നാം അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണം എങ്ങനെയുള്ളതായിരിക്കണം? അതെ, ആ നിത്യജീവൻ നാം എങ്ങനെ പ്രാപിക്കാം അതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ അന്വേഷണം. ആ സ്വർഗീയ മഹത്വം എങ്ങനെ കാണാം അതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ അന്വേഷണം. കർത്താവിനോട് കൂടെ ആ നിത്യതയിൽ എങ്ങനെ വസിക്കാം, അതിനെ നമുക്ക് ഈ ലോകത്ത് എന്തൊക്കെ ചെയ്തെടുക്കാൻ കഴിയും അതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ അന്വേഷണം. ആ ക്രിസ്തുവിന്റെ കൂടെ വസിക്കാൻ, ആ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി തീരുവാൻ, ഹല്ലേലൂയ, ആ ക്രിസ്തുവിനോട് കൂടെ ആ സിംഹാസനത്തിനടുത്ത് ഇരിക്കുവാൻ, ഹല്ലേലൂയ, എന്തൊക്കെ ചെയ്യാം എന്നതായിരിക്കണം ക്രിസ്തീയരായ നമ്മുടെ ഓരോരുത്തരുടെയും അന്വേഷണം. ഹല്ലേലൂയ, സ്തോത്രം. താഴേക്ക് വരുമ്പോൾ വചനം പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ജീവൻ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നാം ഇനി മുതൽ ഒരിക്കലും ഈ ലോകത്തിനുള്ളവരല്ല, മറിച്ച് ക്രിസ്തുവിനുള്ളവരും നാം അനുഭവിക്കുന്ന ജീവന്റെ ഉറവുകൾ അവനിൽ നിന്ന് മാത്രമുള്ളതുമാണ്. ഹല്ലേലൂയ. ഈ ലോകത്ത് ഒരു വ്യക്തി ജീവിച്ചിരിക്കണമെങ്കിൽ അവന് ബന്ധങ്ങൾ കൂടിയേ തീരുവുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക്, ഹല്ലേലൂയ, പല ബന്ധങ്ങളുണ്ട്. മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്. അങ്ങനെ പല ബന്ധങ്ങളിലൂടെയാണ് ഒരു മനുഷ്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ ലോക ബന്ധങ്ങൾ, ഹല്ലേലൂയ, ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ തള്ളി പറയുന്നതാ. ഈ ലോകബന്ധങ്ങളും, ഹല്ലേലൂയ, നശ്വരമായത് തന്നെയാ. നീ എനിക്ക് വലിയവനാ, നീ എനിക്ക് വലിയവളാ, നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് സാധിക്കില്ല എന്നെല്ലാം, ഹല്ലേലൂയ, പല ബന്ധങ്ങളും നമ്മളോട് പറയുമെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം, ഹല്ലേലൂയ, നിന്നെ ഒറ്റപ്പെടുത്തുവാൻ കാരണമായി തീരും. അല്ലെങ്കിൽ ആ ബന്ധങ്ങളെല്ലാം നിന്നെ വിട്ട് അകലുവാൻ കാരണമായി തീരും. അതെ, നാം ഇനി മുതൽ ഒരിക്കലും ഈ ലോകത്തിനുള്ളവരല്ല, നാം ക്രിസ്തുവിനുള്ളവരാണെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്നതുകൊണ്ട്, ഹല്ലേലൂയ, ആ മറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? അതൊരു സുരക്ഷിതത്വത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ അതൊരു സംതൃപ്തി എന്ന അവസ്ഥയെ കാണിക്കുന്നു. ഒരു കുഞ്ഞിനെ അപ്പൻ ശകാരിക്കുമ്പോൾ ആ കുഞ്ഞ് ഓടി വന്ന് അമ്മയുടെ പിറകിൽ മറഞ്ഞിരിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയാ? ആ കുഞ്ഞിനൊരു വിശ്വാസമുണ്ട്, അമ്മയുടെ പിറകിൽ നിന്നാൽ, ഹല്ലേലൂയ, തനിക്ക് ഒരു സുരക്ഷിതത്വമുണ്ട്. അതായത് ആ ശകാരം കേൾക്കത്തില്ല, അല്ലെങ്കിൽ അപ്പന്റെ കയ്യിൽ നിന്ന്, ഹല്ലേലൂയ, തനിക്ക് അടി കിട്ടത്തില്ല എന്നൊരു വിശ്വാസത്തിന്റെ പിറകിലാണ് ആ കുഞ്ഞ് അമ്മയുടെ പുറകിൽ പോയി മറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ അവനൊരു ആശ്വാസം കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ ഒരു സംതൃപ്തി കണ്ടെത്തുകയാണ്. ആ സുരക്ഷിതത്വ ബോധം അവന് നൽകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെയാണ് നമ്മുടെ ജീവനും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ ജീവനെ സ്വന്തമാക്കുവാൻ, അല്ലെങ്കിൽ ആ ജീവനെ കവർന്നെടുക്കുവാൻ, ആ നിത്യജീവനെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. നമ്മുടെ ജീവൻ ആ ക്രിസ്തു എന്ന പാറയിൽ, ഹല്ലേലൂയ, സുരക്ഷിതത്വമായി മറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിലായിരിക്കുന്ന ആ ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നിടത്തോളം കാലം ഒരു പൈശാചികനും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും യേശു ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാനായിട്ട് കഴിയുകയില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഈ ലോകത്തുള്ള മറ്റേത് സൃഷ്ടിക്കുമാകട്ടെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നിന്ന്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആ ദൃഢമായ ബന്ധത്തിൽ നിന്ന് ഈ ലോകത്തിലെ ഒരു സൃഷ്ടിക്കും അല്ലെങ്കിൽ ഇനി വരുവാനുള്ളതിനും, ഹല്ലേലൂയ, നമ്മെ വേർപിരിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് വചനം നമ്മളോട് പറയുക. ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു മറയ്ക്കപ്പെട്ട ജീവിതമാണ്. ഹല്ലേലൂയ. ഈ ലോകം ഒരിക്കലും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ലോകം ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും, ഹല്ലേലൂയ, ക്രിസ്തു ക്രൂശിക്കപ്പെടത്തില്ലായിരുന്നു. നമ്മുടെ ജീവിത മണ്ഡലം എന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാ. ഹല്ലേലൂയ.
നമ്മെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്ന വസ്തുക്കൾ സ്വർഗത്തിൽ നിന്നുള്ളവയാകണം, അല്ലാതെ ഈ ഭൂമിയിൽ നിന്നുള്ളവ ആകരുത്. ഈ ഭൂമിയിൽ നോക്കുകയാണ്, ഹല്ലേലൂയ, ഒരു വ്യക്തിയെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്ന എന്നല്ല പറയേണ്ടത്. അതിന്റെ യഥാർത്ഥമായ പദം എന്ന് പറയുന്നത് അടിമപ്പെടുത്തുന്ന, ഹല്ലേലൂയ, ഒരു വ്യക്തിയെ അടിമപ്പെടുത്തുന്ന വസ്തുക്കളാണ് ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, ആ വ്യക്തി ആ വസ്തുവകൾക്ക് പിറകെ പോവുകയാണ്. ഹല്ലേലൂയ, മൊബൈൽ ഫോൺ ആകട്ടെ, ലാപ്ടോപ്പ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റു ഇതര ഉപകരണങ്ങളാകട്ടെ, ഹല്ലേലൂയ, അതൊരാകർഷണത്തിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിലും ഈ ലോകത്തിലെ ഉപകരണങ്ങൾ അവനെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആയതിനാൽ നമ്മെ ആകർഷിക്കുന്ന ഉത്തേജിപ്പിക്കുന്ന ആ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആ വസ്തുക്കൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്നുള്ളവയാകരുത്, അത് സ്വർഗത്തിൽ നിന്നുള്ളവയാകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട്, ഹല്ലേലൂയ, വളരെ വ്യക്തമായി പറയുകയാണ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിൽ നമ്മെ ആകർഷിച്ച അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മെ ഉത്തേജിപ്പിച്ച വസ്തുക്കൾ, ഹല്ലേലൂയ, ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്നതാ, അത് നിങ്ങളെ നശിപ്പിക്കാനുള്ളതാ. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ നാം ആശ്രയിക്കരുത്, അതിൽ നാം അടിമകളായി തീരരുത്. ഹല്ലേലൂയ, അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഒഴിഞ്ഞു പോകുന്ന മോഹങ്ങളാ. ദൈവേഷ്ടം ചെയ്യുന്നവൻ മാത്രമേ, ഹല്ലേലൂയ, എന്നേക്കും നിലനിൽക്കത്തുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു. എന്ന് കരുതി ഈ ഭൂമിയിലുള്ള ഉത്തരവാദിത്വം, ഹല്ലേലൂയ, നാം ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത്. ഈ ഭൂമിയിലായിരിക്കെ ഓരോ വ്യക്തിക്കും പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹല്ലേലൂയ, ഒരു വ്യക്തി ഒരേ സമയം പല പദവികളും അലങ്കരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു മകൾ എന്ന പദവി, ഒരു സഹോദരി എന്ന പദവി, ഒരു ഭാര്യ എന്ന പദവി, ഹല്ലേലൂയ, ഒരു അമ്മ എന്ന പദവി. ഒരു വ്യക്തി ജീവിതത്തിൽ, ഹല്ലേലൂയ, അത് ആ ജീവിതം പൂർത്തീകരിക്കുമ്പോഴേക്കും നാം അനേക സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നാം സ്വർഗത്തിലുള്ളത് അന്വേഷിക്കണം അല്ലെങ്കിൽ സ്വർഗീയമായതിനെ ആഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നാം ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ, ഈ ഭൂമിയിൽ നമുക്ക് തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കണം എന്നല്ല പറയുന്നത്. നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ യഥാർത്ഥ ശക്തിയുമെല്ലാം സ്വർഗത്തിൽ നിന്നുള്ളത് ആയി തീരണമെന്ന് വചനം നമ്മളോട് പറയുക. ഈ ഭൂമിയിൽ സമ്പാദിച്ചു കൂട്ടുന്നതിനെ കുറിച്ചോ പേരും പ്രശസ്തിയും നേടിയെടുക്കുന്നതിനെ കുറിച്ചല്ല നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരോട്ടക്കളമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഓട്ടം അത് നന്നായി ഓടി തീർക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ നാമും നമ്മുടെ ക്രിസ്തീയ ജീവിതം നന്നായി ഓടി തീർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ആ ജയാളിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരും നമ്മെ തന്നെ ക്രമീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ, ആ ഓട്ടക്കളത്തിൽ, ഹല്ലേലൂയ, ആ ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ നിന്നെ തളർത്തുന്ന ഒത്തിരി അവസ്ഥകളിലൂടെയും ഒരു പക്ഷേ നാം കടന്നു പോകേണ്ടി വന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അതിൽ നിന്നെല്ലാം നിന്നെ വീഴാതെ അല്ലെങ്കിൽ തളർന്നു പോകാതെ, ഹല്ലേലൂയ, കൈ പിടിച്ച് കയറ്റുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ, നിന്നെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ നിന്നെ ബലപ്പെടുത്തുവാൻ നിന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഏത് അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങളും ക്രിസ്തുവിന്റെ അധികാരമുള്ള ആ നാമത്താൽ നമുക്ക് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും, ഹല്ലേലൂയ, നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ക്രിസ്തീയ ജീവിതം, ഹല്ലേലൂയ, നന്നായി ഓടി തീർക്കുവാൻ കഴിയട്ടെ എന്ന് ദൈവനാമത്തിൽ ആശ്രയിച്ച് ഞാൻ പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞതുപോലെ ഭാവിയിൽ നമുക്കും വിളിച്ചു പറയുവാൻ, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താഴേക്ക് വചനം വായിക്കുമ്പോൾ പറയുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. വചനം പറയുക, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ,
അപ്പോ നമ്മുടെ ജീവനായ ക്രിസ്തു, ഹല്ലേലൂയ, നാം ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് ഞാൻ മുന്നമേ പറയുവാൻ ഇടയായി തീർന്നു. അതെ, ആ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ പാപികളായിരുന്ന നമുക്ക് വിശ്വാസത്താൽ ലഭിച്ച, ഹല്ലേലൂയ, ആ ആത്മീയ ദാനമല്ല യഥാർത്ഥത്തിൽ നിത്യജീവൻ. യേശു ക്രിസ്തു തന്നെയാണ്, ഹല്ലേലൂയ, ആ നിത്യജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ യേശു ക്രിസ്തുവാണെങ്കിൽ ആ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ നിത്യജീവൻ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം പറയുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു വ്യക്തിയിൽ പുത്രൻ ഉണ്ട് എങ്കിൽ, അതായത് സാക്ഷാൽ യേശു ക്രിസ്തു ഉണ്ട് എങ്കിൽ, ഹല്ലേലൂയ, അവന് ജീവനുണ്ട്. ആ ദൈവപുത്രൻ ഇല്ലാത്തവന്, ഹല്ലേലൂയ, അവൻ ചലനമറ്റവന് തുല്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ജീവനില്ലാത്ത അവസ്ഥയാണെന്ന് വചനം നമ്മളോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നാം ഒരേ സമയം മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമാകുന്നു. അതെ, പാപസംബന്ധമായി മരിച്ചവരും, ഹല്ലേലൂയ, ഇപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്നവർ. ഒരു സുവിശേഷകൻ ഇപ്രകാരം പറയുവാനിടയായി, നിങ്ങൾ എന്തിനു വേണ്ടി ഉത്സാഹത്തോടെ ആയിരിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, ആ കുഞ്ഞിന് എന്താണോ താല്പര്യമുള്ളത്, ഹല്ലേലൂയ, അതിനെ കുറിച്ചായിരിക്കും ആ കുഞ്ഞ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലര്, ഹല്ലേലൂയ, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. അവരെപ്പോഴും അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം, അവരുടെ ജീവിതം തന്നെ, ഹല്ലേലൂയ, അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നവരായിരിക്കും പലരും. അതുപോലെ ചിലർക്ക് ഗവേഷണങ്ങൾ ചെയ്യുവാൻ, ഹല്ലേലൂയ, സ്പേസിനെ കുറിച്ച് പഠിക്കുവാൻ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള, ഹല്ലേലൂയ, മക്കളുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും ചിന്തകളും എപ്പോഴും അതിനെക്കുറിച്ച് മാത്രമായിരിക്കും. അതില് ഒരു നല്ല, ഹല്ലേലൂയ, അവസ്ഥയിലേക്ക് വരുവാൻ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിലൂടെയൊക്കെ കടന്നു പോകുവാൻ ഞാൻ എന്ത് ചെയ്യണം. അവന്റെ ജീവിതത്തിലെ, ഹല്ലേലൂയ, അവന്റെ 3/4 ദിവസവും, ഹല്ലേലൂയ, അവൻ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയായിരിക്കും. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഒരു വ്യക്തി എന്തായിരിക്കുന്നുവോ അല്ലെങ്കിൽ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതാണ് അവന്റെ ജീവിതം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലന് ജീവിതം എന്ന് പറയുന്നത് തന്നെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പൗലോസിന്റെ ജീവിതം ക്രിസ്തു ആയിരുന്നതിനാൽ ക്രിസ്തുവുമായി ബന്ധമുള്ള എന്തിനും, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ ഉത്സാഹമുള്ളവനായിരുന്നു. തന്റെ സകല സുഖലോലുപതയെ ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി, ആ ദൈവരാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ദൈവസഭ ഈ ഭൂമിയിൽ പണിതെടുക്കുവാൻ വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച, തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച, ഹല്ലേലൂയ, ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പോസ്തലൻ പറയാൻ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാ. ഹല്ലേലൂയ. ആ ജീവിതം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിന് വേണ്ടിയാ. ആ ജീവിതം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ആ ക്രിസ്തുവിന് വേണ്ടി, ഹല്ലേലൂയ, ആ ജീവിതത്തിന്, ക്രിസ്തുവാകുന്ന ആ ജീവിതത്തിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, ഹല്ലേലൂയ, അങ്ങനെ ഒത്തിരി കഷ്ടതകളിലൂടെ പൗലോസ് അപ്പോസ്തലൻ കടന്നു പോകേണ്ടി വന്നു. ഒത്തിരി കഷ്ടങ്ങൾ സഹിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ലേഖനങ്ങൾ എഴുതി. ഹല്ലേലൂയ. എല്ലാം എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടി, ആ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ പണിതെടുക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. അതെ, പൗലോസ് അപ്പോസ്തലൻ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ ആ അപ്പോസ്തലന്റെ മുഴു ചിന്തയും, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിലെ എല്ലാ നാളുകളും, എല്ലാ നിമിഷവും, എല്ലാ നാഴികയും ക്രിസ്തുവിന് വേണ്ടി ഒഴിഞ്ഞു മാറ്റപ്പെട്ട വ്യക്തിയാണ്, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ. ഒരു കഥ കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു വിദേശത്തുള്ള 2 സഹോദരിമാർ, ഹല്ലേലൂയ, സ്തോത്രം, അവർ എല്ലാ ആർഭാട പാർട്ടികളിലും അല്ലെങ്കിൽ നൃത്ത പാർട്ടികളിലെല്ലാം, ഹല്ലേലൂയ, ഗസ്റ്റായി ചെന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും, ഹല്ലേലൂയ, ആ പാർട്ടികൾ എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു 2 സഹോദരിമാർ ഈ അടുത്ത കാലത്ത്, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി ഏറ്റെടുത്ത്, ഹല്ലേലൂയ, സ്നാനപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ.
അപ്പോൾ അവർക്ക് വീണ്ടും അതുപോലെയുള്ള ഒരു പാർട്ടിയിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ ഹല്ലേലൂയ, ആ സഹോദരിമാർ ആ പാർട്ടിയിലുള്ളവർക്ക് അല്ലെങ്കിൽ തന്നെ തങ്ങളെ ക്ഷണിച്ചവർക്ക് ഇപ്രകാരം ഒരു എഴുത്തെഴുതുവാൻ കാരണമായി തീർന്നു: ഞങ്ങൾ ഈ അടുത്ത കാലത്ത് മരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ വിരുന്നിൽ പങ്കെടുക്കുവാൻ കഴിയത്തില്ല എന്ന് ആ സഹോദരിമാർ ഹല്ലേലൂയ തങ്ങളെ ക്ഷണിച്ചവർക്ക് ഒരു എഴുത്തെഴുതുവാൻ കാരണമായി തീർന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, ആ വിശ്വാസ സ്നാനം ഏറ്റെടുത്തപ്പോൾ, ആ കർത്താവിനോട് കൂടെ ഏകീഭവിച്ചപ്പോൾ ഹല്ലേലൂയ, ആ പഴയ പാപം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ ഹല്ലേലൂയ വിശ്വാസ സ്നാനത്താൽ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് വചനം പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഈ സഹോദരിമാർ പറയുകയാ, ഞങ്ങൾ കുറച്ചു കാലം മുമ്പേ മരിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അതെ, ആ പാപം ചെയ്ത ആ പഴയ വ്യക്തികൾ മരിച്ചിരിക്കുക. ഇപ്പോൾ ജീവിക്കുന്നത് ഹല്ലേലൂയ നാം ക്രിസ്തുവിൽ പുതു സൃഷ്ടികളാ. ആ പഴയ സഹോദരിമാർ, ആ പാപം ചെയ്തു പോന്നവർ മരിച്ചു കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ അവരിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് അവരെ ക്ഷണിച്ചവരോട് ആ സഹോദരിമാർ പറയുക, ഞങ്ങൾ കുറച്ചു കാലം മുൻപേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. നാം എല്ലാവരും സ്നാനമേറ്റവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്ന് സ്നാനമേറ്റ് ഹല്ലേലൂയ ഇപ്പോൾ കർത്താവിന്റെ കൃപയിൽ വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ എത്ര പേർ അതിന്റെ ആഴത്തിലുള്ള അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആ യാഥാർത്ഥ്യ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വാസത്താൽ നാം ഹല്ലേലൂയ നമ്മുടെ പാപമെല്ലാം അല്ലെങ്കിൽ പാപം ചെയ്ത പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു എന്ന് വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ വിശ്വസിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരായ നാം യഥാർത്ഥത്തിൽ അതുപോലെയുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നത്? യഥാർത്ഥത്തിൽ ആ സ്നാനത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ആ യഥാർത്ഥ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണോ ഓരോ വ്യക്തിയും ഇന്ന് ജീവിക്കുന്നതെന്ന് ഹല്ലേലൂയ ഈ സന്ദർഭത്തിൽ നാം ഓർമ്മിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന് വേണ്ടി ഉത്സാഹത്തോടെ ഇരുന്നത് പോലെ ഈ രണ്ട് സഹോദരിമാർ തങ്ങളുടെ പാപം ചെയ്തു പോന്ന ആ പഴയ മനുഷ്യൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടതുപോലെ ഹല്ലേലൂയ നമുക്കും ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതവും അതുപോലെ ആക്കി തീർക്കുവാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. താഴേക്ക് വായിക്കുമ്പോൾ വചനം പറയുന്നു, നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനം നമ്മളോട് പറയുക. ഹല്ലേലൂയ. ക്രിസ്തു ഇപ്പോൾ പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് യാഥാർത്ഥ്യമാകുന്നത് ക്രിസ്തുവിന്റെ രണ്ടാം വരവോടുകൂടിയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. നാം ക്രിസ്തുവിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും അതിന്റെ യാഥാർത്ഥ്യ വെളിപ്പാട് അല്ലെങ്കിൽ അത് വെളിപ്പെട്ട് വരുന്നത് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ രണ്ടാം വരവോട് കൂടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമെന്ന് വചനം പറയുക. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പോ കർത്താവ് ആ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും ആ തേജസ്സിലേക്ക് എടുക്കപ്പെടുമെന്ന് വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നാം ക്രിസ്തുവിനോടൊത്ത് ആ നിത്യ തേജസ്സിൽ പ്രവേശിക്കുവാൻ കാരണമായി തീരും. അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും ആ തേജസ്സിൽ വെളിപ്പെടുവാനിടയായി തീരും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വചനം,
നാം തേജസ്കരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വചനം പറയുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ നാം മുന്നമേ തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ തേജസ് ഇതുവരെ പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ല. ക്രിസ്തു തന്റെ മഹത്വം നമുക്ക് മുന്നമേ തന്നിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അതെ, പിതാവാൻ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്ത ആ മഹത്വം കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്തെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും മുന്നമേ നൽകിയിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ അത് ആ തേജസ്, ഹല്ലേലൂയ, ആ മഹത്വം ഇപ്പോഴും പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഈ തേജസ്സിന്റെ പൂർണ്ണമായ വെളിപ്പാടിനായി രക്ഷകന്റെ വരവ് വരെ നാം ഓരോരുത്തരും കാത്തിരിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 17 മുതൽ 25 വരെയുള്ള വചനങ്ങൾ നമ്മളോട് ഇപ്രകാരം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഹല്ലേലൂയ. അപ്പോൾ നാം തേജസ്സിൽ എടുക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നാമും ക്രിസ്തുവിനോട് കൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, നാമും കഷ്ടം അനുഭവിക്കണമെന്ന് വചനം പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. അപ്പോ ആ തേജസ്കരണം, ഹല്ലേലൂയ, ആ തേജസ് നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ്, ആ മഹത്വമായ ആ തേജസ്, അതിലേക്ക് എടുക്കപ്പെടുന്ന കാര്യം ഓർക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ എല്ലാം സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഓരോ സൃഷ്ടിയും, ഹല്ലേലൂയ, ഈറ്റുനോവോട് ഇരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മളും ആ തേജസ്സിൽ എടുക്കപ്പെടുവാൻ വേണ്ടി ഓരോ സൃഷ്ടിയും, ഹല്ലേലൂയ, ഈറ്റുനോവോട് ഇരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേ, ആ പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് തുല്യമായിട്ടുള്ള നരക്കമാണ് ഓരോ സൃഷ്ടിയും ആ കർത്താവിന്റെ വരവിന് വേണ്ടി, അല്ലെങ്കിൽ രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ സൃഷ്ടിയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രസവ വേദനയുള്ള സ്ത്രീ പ്രസവിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ ലഭിക്കും. ഹല്ലേലൂയ. ആ വേദനയിലൂടെ കടന്നു പോയാലും ആ കുഞ്ഞിനെ കാണുമ്പോൾ, ഹല്ലേലൂയ, ആ സ്ത്രീയുടെ വേദനയെല്ലാം മാറിപ്പോകും. അതുപോലെയാണ് ഓരോ സൃഷ്ടിയുടെ അവസ്ഥയും. ഇപ്പോൾ കടന്നു പോകുന്ന ഈ കഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഈ അവസ്ഥകൾ, ഹല്ലേലൂയ, നാളെ, ഹല്ലേലൂയ, വലിയൊരു മഹത്വത്തിലേക്ക് ആ വ്യക്തികളെ കൊണ്ടു ചേർന്നെത്തിക്കുന്നു. തങ്ങളുടെ രക്ഷിതാവായ കർത്താവ് വരുമ്പോൾ, ഹല്ലേലൂയ, തങ്ങളും ആ തേജസ്സിൽ എടുക്കുമെന്ന ആ പ്രതീക്ഷയോട് കൂടി, ഹല്ലേലൂയ, ഓരോ സൃഷ്ടിയും ഇന്ന് നരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ പൗലോസ് പറയുക, ഈ ഭൂമിയിൽ കാണുന്നതൊന്നുമല്ല പ്രത്യാശ. ഈ കാണുന്നത് പ്രത്യാശിക്കുന്നതിനേക്കാൾ നല്ലത്, ഹല്ലേലൂയ, കാണാത്തതിനു വേണ്ടി പ്രത്യാശിക്കുന്നതാ. ആ കാണാത്തതെന്ന് പറയുന്നത്, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവാണ്. ആ വരവിൽ, ഹല്ലേലൂയ, അവൻ തേജസ്സിൽ വെളിപ്പെട്ടതുപോലെ നാമും തേജസ്സിൽ വെളിപ്പെടും. ആ ഒരു പ്രത്യാശയിലാണ് ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിയും, ഹല്ലേലൂയ, കാത്തുകൊണ്ടിരിക്കുന്നതെന്ന് വചനം നമ്മളോട് പറയുക. ഹല്ലേലൂയ, സ്തോത്രം.
ക്രിസ്തുവിനോട് കൂടെയുള്ള ഈ താതാത്മ്യപ്പെടൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം നൽകിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ആ ഉത്തരവാദിത്വം? ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്ന ഉത്തരവാദിത്വം. ഹല്ലേലൂയ. നാം ക്രിസ്തുവിനോട് കൂടെ സ്നാനമേറ്റു, ക്രിസ്തുവിനോട് കൂടെ ഏകീഭവിച്ചു. ഇപ്പോൾ ക്രിസ്തുവിൽ നാം പുതു സൃഷ്ടിയ, ഇപ്പോൾ ക്രിസ്തുവാണ് നമ്മിൽ ജീവിക്കുന്നതെന്നെല്ലാം നാം പറയുന്നുവെങ്കിലും ഹല്ലേലൂയ, ഈ താതാത്മ്യപ്പെടൽ ഹല്ലേലൂയ വലിയൊരു ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്ന ഉത്തരവാദിത്വമാണ്. ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ലോകത്തിന്റെ പഴയ ജീവിതത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് ഇപ്പോൾ സ്വർഗീയ ജീവിതത്തിന് ഉടമകളായി തീർന്നിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ നാം എല്ലാവരും സ്വർഗീയ ജീവിതത്തിന് ഉടമകളായിരിക്കുക. അങ്ങനെയുള്ള നാം ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിനെന്ന് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുക. നമ്മുടെ പാദങ്ങൾ ഈ ഭൂമിയിലാണെങ്കിലും നമ്മുടെ മനസ്സ് സ്വർഗത്തിലായിരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. എന്ന് കരുതി ഈ ഭൂമിയിലുള്ളവരുമായി യാതൊരു ബന്ധവും ഉത്തരവാദിത്വവും ഇല്ലാതെ ജീവിക്കുവാനല്ല നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭൗതികമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നാം സ്വർഗീയമായ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ ജാതി ഹല്ലേലൂയ വാഗ്ദത്ത ദേശമായ കാനാനിലേക്ക് പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ ആ കാനാനിന്റെ അതിർത്തി വരെ എത്തിയിട്ട് അതിൽ കയറുവാൻ വിസമ്മതിച്ചു. ഹല്ലേലൂയ. അവരുടെ ആ അവിശ്വാസം നിമിത്തം 40 വർഷം മരുഭൂമിയിൽ അലയേണ്ടി വന്നു. സംഖ്യാപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രംഗങ്ങൾ അവർ മരുഭൂമിയിലൂടെ യാത്ര തിരിച്ചതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ഒറ്റുകാരുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ ദൈവത്തെ വിശ്വസിച്ച് കാലേബും യോശുവയും ഒഴികെ 20 വയസ്സിന് മേൽ പ്രായമുള്ള ആ തലമുറയിലെ സകലരും മരുഭൂമിയിൽ പട്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ മരുഭൂമിയിലെ വിഷമകരമായ ആ 40 വർഷത്തിനിടയിൽ യോശുവയും കാലേബും മാത്രമാണ് കാനാൻ ദേശം കണ്ടത്. ഹല്ലേലൂയ. അവരെ കാനാനിലേക്ക് നയിക്കുവാൻ ദൈവം നിയോഗിച്ച മോശെ പോലും ഹല്ലേലൂയ, സ്തോത്രം ആ കാനാൻ ദേശത്തില് അല്ലെങ്കിൽ അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് വേദപുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരിൽ കാനാൻ ദേശത്തിൽ പ്രവേശിച്ചത് ഹല്ലേലൂയ, സ്തോത്രം കാലേബും ഹല്ലേലൂയ യോശുവയും മാത്രമാണ്. അവരെങ്ങനെയാണ് ഹല്ലേലൂയ ആ കാനാൻ ദേശത്ത് പ്രവേശിക്കുവാനിടയായി തീർന്നത്? അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആ വിജയം കൈവരിക്കുവാനിടയായി തീർന്നത്? അവരുടെ ഹൃദയവും അവരുടെ ചിന്തയുമെല്ലാം കാനാനിലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്ത ഹല്ലേലൂയ ആ കാനാനിനെ കുറിച്ച് മാത്രമായിരുന്നു അവരുടെ ഹൃദയ വിചാരങ്ങളും ചിന്തയുമെല്ലാം. തങ്ങൾ പ്രാപിക്കുവാൻ പോകുന്ന ആ അനന്തരാവകാശത്തെ കുറിച്ച് അവർക്ക് ഹല്ലേലൂയ നല്ല ഒരു ബോധ്യമുണ്ടായിരുന്നു. ആ അവകാശത്തിന്റെ വെളിച്ചത്തിൽ അവർ ജീവിക്കുകയും ചെയ്തു. അതെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങളുണ്ട്, ഓരോ അധികാരങ്ങളുണ്ട്. ഒരു ഇന്ത്യൻ പ്രസിഡന്റിന് ഹല്ലേലൂയ ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന അധികാരമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഏതൊരു കാര്യവും ചെയ്തെടുക്കുവാൻ അല്ലെങ്കിൽ ഏതൊരു കാര്യവും ഏത് ഭരണകൂടവും അല്ലെങ്കിൽ ഏത് പുതിയ നിയമങ്ങളും ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ഇന്ത്യയുടെ പ്രഥമ പൗരനായ ഹല്ലേലൂയ, സ്തോത്രം ഇന്ത്യൻ പ്രസിഡന്റിന് പൂർണ്ണമായ അധികാരമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ഹല്ലേലൂയ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോ ഓരോ വ്യക്തിക്കും ഹല്ലേലൂയ നിശ്ചിതമായ അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അതുപോലെ ഈ ലോകത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിലെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് ഹല്ലേലൂയ മാത്രമാണ് ഈ ലോകത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അധികാരങ്ങളും അവകാശങ്ങളും നൽകപ്പെട്ടിട്ടുള്ളത്. ഈ ലോകത്തെ പ്രതിനിധീകരിക്കുന്ന ആ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ
അമേരിക്കൻ പ്രസിഡന്റാണ്. അതെ, ഓരോ വിശ്വാസിയും ഇരിക്കുന്നത്, ഹല്ലേലൂയ, അതെ, ഓരോ വിശ്വാസിക്കും, ഞാൻ പറഞ്ഞു വന്നത്, ഓരോ വിശ്വാസിക്കും ഓരോ അവകാശങ്ങളുണ്ട്, ഓരോ അധികാരങ്ങളുണ്ട്. അതെ, ക്രിസ്തീയരായ നമുക്ക്, ഹല്ലേലൂയ, വിശ്വാസികളായ നമുക്ക്, ഹല്ലേലൂയ, ക്രിസ്തുവിനൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും നമ്മുടെ ശ്രദ്ധയെല്ലാം സ്വർഗീയമായതിൽ കേന്ദ്രീകരിച്ച് നാം ഈ യാത്ര തുടരണമെന്ന്, ഹല്ലേലൂയ, ഓരോ ദൈവമക്കളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിൽ ജീവിച്ചാലും, ഈ ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങളിലൂടെ നാം കടന്നു പോകുന്ന അവസ്ഥ വന്നാലും, നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തയുമെല്ലാം സ്വർഗീയമായതിൽ കേന്ദ്രീകരിച്ചാൽ ഈ ഭൂമിക്ക് മീതെ ആകാശമുള്ളിടത്തോളം കാലം, ഹല്ലേലൂയ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങൾ വചനങ്ങളെയും കൽപ്പനകളെയും നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും അവയെ നിന്റെ വീടിന്റെ കട്ടിലകളിന്മേലും പടിവാതിൽക്കലും എഴുതണമെന്നും, ഹല്ലേലൂയ, ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് ഈ ഭൂമിയിലുള്ളത് അന്വേഷിക്കാതെ ഉയരത്തിലുള്ളത്, ഹല്ലേലൂയ, ഉയരത്തിലുള്ളത് എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിലുള്ളത് തന്നെ അന്വേഷിക്കുവാൻ, ഹല്ലേലൂയ, ആ മഹത്തായ അല്ലെങ്കിൽ ആ വലിയ ഒരു ഉത്തരവാദിത്വം ക്രിസ്തുവിൽ ഏകീഭവിച്ചവരായ, ക്രിസ്തുവിൽ താതാത്മ്യപ്പെട്ടവരായ, ക്രിസ്തുവിൽ പുതു സൃഷ്ടിയായി മാറിയ നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ചു തന്നിരിക്കുക. ഹല്ലേലൂയ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിനെന്ന ഉത്തരവാദിത്വം. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇനിയുള്ള ജീവിതം, ഹല്ലേലൂയ, ഈ ലോകമോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച്, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നതാകട്ടെ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. ഹല്ലേലൂയ, എങ്കിൽ മാത്രമേ നല്ല വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു, ഇപ്പോൾ ജീവന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ക്രിസ്തീയ ജീവിതം എന്ന ഓട്ടം വിജയകരമായി നമുക്കും ഓടിത്തീർക്കാം. നല്ലൊരു വിശ്വാസ ജീവിതത്തിനുടമയായി, ജയാളിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി, ഹല്ലേലൂയ, ഇനിയുള്ള കാലം നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു നിമിഷം ഈ വചനത്തിന് മുന്നിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, കേൾക്കപ്പെട്ട വചനത്തിനായി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നപ്പ. ഹല്ലേലൂയ, ക്രിസ്ത്യാനികളായ വിശ്വാസികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ടു തന്ന, ഹല്ലേലൂയ, ആ വലിയ ഉത്തരവാദിത്തം, അതെ, ആ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിനെന്ന ആ വലിയ ഉത്തരവാദിത്തം ഇനിയുള്ള ഞങ്ങളുടെ, ഹല്ലേലൂയ, ദിവസങ്ങളിൽ ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഹല്ലേലൂയ, ഇനിയുള്ള ജീവിതം ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കാൻ ഉപദേശം കേൾക്കുകയും, ഹല്ലേലൂയ, സത്യത്തെ പ്രഘോഷിക്കുകയും മാത്രമല്ല, ഇനിയുള്ള ജീവിതം ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ലൈവിൽ